ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അലർജിയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത വ്യക്തികൾ വളരെ വിരളായിരിക്കും. കാരണം തുമ്മല്, കണ്ണ് ചൊറിച്ചൽ, തൊണ്ടയുടെ ബുദ്ധിമുട്ട്, ഒരു ഇച്ചിങ് പോലുള്ള പ്രയാസം. ചില പേഷ്യൻസ് ഒന്ന് പറയാറുണ്ട്, ഡോക്ടർ ഇതിന് മുമ്പ് ട്രീറ്റ്മെന്റിന് മുമ്പ് എനിക്കൊരു ആൾക്കാരെ ഫേസ് ചെയ്യാൻ പോലും പറ്റാറുണ്ടായിരുന്നില്ല. കാരണം ഫേസ് ചെയ്യുമ്പോൾ തുമ്മൽ വരുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ തൊട്ടടുത്തുള്ള റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, മക്കളായാൽ പോലും വൈഫായാൽ പോലും തൊട്ടടുത്ത് തുമ്മിക്കഴിഞ്ഞാൽ എത്രത്തോളം പ്രയാസം ഉണ്ടാവാറുണ്ട് നമുക്ക്. അപ്പൊ ഇത് ഒരു അപരിചിതനാകുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ജോലി ഇപ്പൊ സെയിൽസ് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ PR ഒക്കെ ആണെങ്കിൽ ആൾക്കാരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യേണ്ട വ്യക്തികളാണെങ്കിൽ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒരിക്കൽ കൂടെ കൂടുകയാണ് ചെയ്യുക. അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് അത് അനുഭവിക്കാത്ത വ്യക്തികൾ വളരെ വിരളമായിരിക്കും. അത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ക്ലിനിക്കിൽ വന്നിരുന്നു 2 വർഷത്തോളം പഴക്കമുള്ള ചുമയായിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ എടുത്ത് ഡോക്ടറെ അത് മാറണില്ല. ഒരു ടെമ്പററി ആയിട്ട് ഒരു 10 ദിവസം മാറ്റം ഉണ്ടാവും, പക്ഷെ 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേ ബുദ്ധിമുട്ട് വരികയാണെന്ന് പറയും. അപ്പൊ അതിന്റെ കാരണം അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് പുള്ളിക്ക് അലർജി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണ്, അവിടെ കോസ് അവിടെ കിടക്കുകയാണ്, നമ്മുടെ അടിസ്ഥാന കാരണം അവിടെ ഉണ്ടാവുകയാണ്. മറ്റേ നിങ്ങൾ സിട്രിസിൻ ടൈപ്പ് മെഡിസിനും ആന്റി ഹിസ്റ്റാമിൻ മെഡിസിൻ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ടെമ്പററി ആയിട്ട് അത് ബ്ലോക്ക് ചെയ്യാണ്. ഇപ്പൊ എന്ത് അലർജിയുടെ മെഡിസിൻ കഴിക്കുമ്പോൾ താൽക്കാലികമായിട്ട് മാത്രം അത് ബ്ലോക്ക് ചെയ്യും, പിന്നീട് ഇതേ പ്രയാസം വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് അലർജിയുടെ കാരണങ്ങൾ എന്താണെന്നും അത് എത്ര തരാണെന്നുള്ള വിശദമായിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ അത് പരമാവധി ബ്ലോക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് അലർജി പ്രത്യേകിച്ച് 2 തരത്തിലാണ്, ഒന്ന് അക്യൂട്ടും ഒന്ന് ക്രോണിക്കും. നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും അക്യൂട്ട് ആൻഡ് ക്രോണിക്. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് തന്നെ പോണ ടൈപ്പ്, അതായത് ഒരുപാട് കാലം അതിന് ഹിസ്റ്ററി ഉണ്ടാവില്ല. ഒരു പനിയോ ജലദോഷമോ അല്ലെങ്കിൽ മറ്റു അലർജിയോ വന്ന് അപ്പം തന്നെ വന്ന് വളരെ പെട്ടെന്ന് തന്നെ വിത്തിൻ ഡേയ്സോ അല്ലെങ്കിൽ ആ സമയം കൊണ്ട് തന്നെ മാറുന്ന ടൈപ്പിന് നമ്മൾ അക്യൂട്ട് എന്ന് പറയാം, ലെസ് ദാൻ 1 വീക്ക്. ക്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 വീക്സിന് ശേഷം അല്ലെങ്കിൽ വർഷങ്ങളോളം അല്ലെങ്കിൽ മന്തുകളോളം തുടർച്ചയായിട്ടുള്ള അലർജി. ചില ആൾക്കാരുണ്ട്, ഡോക്ടർ എനിക്ക് മാത്രമല്ല എൻ്റെ മദറിനുണ്ടായിരുന്നു. പേഷ്യൻസ് റഫറലായിട്ടാണ് വരിക. കാരണം എന്താ, അവരുടെ മദറിനോ അല്ലെങ്കിൽ അവരുടെ കസിൻസോ മാറിയിട്ടാണ് തിരിച്ചു വരിക. ഡോക്ടർ അതേ കംപ്ലയിൻറ്റ്സ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളും അത് ക്രോണിക് ടൈപ്പാണ്. മറ്റു അസുഖങ്ങൾ മൂലമുള്ളതിന് അക്യൂട്ടാണ്. അക്യൂട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ആവശ്യകതയില്ല. സാധാരണത്തിൽ നോർമൽ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ സാധാരണത്തിൽ കഫോ അല്ലെ ഫീവറോ ഉള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ അക്യൂട്ടൊക്കെ മാറാറുണ്ട്. പക്ഷെ ക്രോണിക് സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബാധിക്കും. ഉദാഹരണത്തിന് അലർജിയുടെ സ്റ്റേജസ് ആയിട്ട് നമ്മൾ പറയാം, അത് ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അലർജിക്ക് ആസ്തമയായിട്ട് മാറാറുണ്ട്. ചില പേഷ്യൻസ് വരാറുണ്ട്, ഡോക്ടർ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, ശ്വാസം വലിക്കുമ്പോൾ അത്ര പ്രയാസമാണ്. സാധാരണത്തിൽ ചുമ വന്നിട്ട് പിന്നീട് ശ്വാസം കിട്ടാനുള്ള ശ്വാസം വലിവായിട്ട് മാറുന്ന രൂപമാണെന്ന് പറയും. അല്ല, അതിന്റെ കാരണം ഇത് അലർജിക്ക് ആസ്തമയാണ്, അതിന്റെ സ്റ്റേജ് മാറുന്നതുകൊണ്ടാണ്. ചില പേഷ്യൻസ് എന്ന് പറയാറുണ്ട്, ഡോക്ടർ ആദ്യം ഒന്നുമില്ല, ഇത് കണ്ണ് ചൊറിച്ചിലായി തുടങ്ങുക, പിന്നീട് മെല്ലെ തുമ്മലായിട്ട് വരും, പിന്നീടാണത് ഒരു സൗണ്ടിന് ബുദ്ധിമുട്ടായിരിക്കും, ആൾക്കാർ സംസാരിക്കണം. അപ്പൊ ടീച്ചേഴ്സൊക്കെയാണ് പറയും, ഡോക്ടറെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആക്കേണ്ടി വരും, അല്ലെ ഈ സ്പീക്കേഴ്സൊക്കെ ആണെങ്കിൽ അവർ വല്ലാതൊരു ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പൊ ഇതൊക്കെയാണ് അതിന് സ്റ്റാർട്ടിങ് സ്റ്റേജസ്. നമുക്ക് എന്താണെന്ന് നോക്കാം. നോർമലി ഉണ്ടാവാറുള്ളത് ഒരു ഹെവിനെസ്, അലർജിയുടെ സ്റ്റാർട്ടിങ് ഒരു തലക്കനം പോലെയാണ് വരിക. പിന്നീട് അതൊരു തലയുടെ മുകളിൽ ഒരു കനം പോലെ ഉണ്ടാവും, അതുപോലെ പോളയുടെ കൺപോളൻ്റെ അടുത്ത് ഒരു വെയിറ്റ് പോലെ ഉണ്ടാവും. പിന്നീട് ചെറിയൊരു ഇച്ചിങ് സ്റ്റാർട്ട് ചെയ്യും, കണ്ണ് ചൊറിച്ചൽ വരും. ചില പേഷ്യൻസ് ഒരു വാട്ടറിങ് ഓഫ് ഐ, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന പോലെ വരും. ചില വ്യക്തികൾക്ക് ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞ ഒരു ഡിസ്കംഫർട്ട്, ത്രോട്ടിനൊരു ചൊറിച്ചൽ പോലെ ഉണ്ടാവും, മൂക്ക് ചൊറിയും. ഇതൊക്കെയാണ് അതിന് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ അത് ഹിസ്റ്ററിയും കൂടെ വരികയാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാതെ നമ്മൾ അലർജി ക്രോണിക്കിലേക്ക് പോവുകയാണ്. അങ്ങനത്തെ സ്റ്റേജ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് മാറും. ഇത് വീട്ടിൽ നിന്ന് തന്നെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് വീടിൻ്റെ ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഇനി അലർജിയുടെ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കുക. നോർമലി അലർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നത് സമയം തെറ്റിയുള്ള കുളികളാണ്. ഉദാഹരണത്തിന് കഫപ്രകൃതമുള്ള വ്യക്തികളാണെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അത്ര ബുദ്ധിമുട്ടില്ല. അവർ പകൽ 11 മണിക്ക് ശേഷം കുളിക്കുകയാണെങ്കിൽ അവർക്ക് നീർക്കെട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. നമ്മൾ പേഷ്യൻ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് അവരോട് ചോദിക്കും, എന്തായിരുന്നു സംഭവം? ആ ഡോക്ടർ, ഞാൻ ഇന്നലെ വൈകിട്ട് കുളിച്ചിരുന്നു. കാരണം ആ സമയത്ത് കുളിക്കുമ്പോൾ എന്താണ്, മുടി പൂർണ്ണമായിട്ട് ഉണങ്ങൂല, സൂര്യൻ ഉദിച്ചതിന് ശേഷം ആകുമ്പോൾ നീർക്കെട്ട് വരും. പണ്ടൊക്കെ അങ്ങനെയൊക്കെ പ്രത്യേകമായിട്ട് പറയാറുണ്ട്. ഇന്നിപ്പം എല്ലാ ഡോക്ടേഴ്സും പറയാറുണ്ട്, ENT ഡോക്ടേഴ്സും ഓരോ പറയും പകൽ കുളിക്കാൻ പാടില്ല, ലേറ്റ് ആയിട്ട് ഉച്ചയ്ക്ക് കുളിക്കാൻ പാടില്ല, വൈകിട്ട് കുളിക്കാൻ പാടില്ല, കൃത്യമായിട്ട് അവർ പറയും. കാരണം നീർക്കെട്ടിനത് കാരണമാണ്.
പിന്നെ രണ്ടാമതൊരു കാരണമാണ് സ്ഥിരമായിട്ട് ഫാനിൻ്റെ നേരെ ചോട്ട് കിടക്കുക. ഫാനിൻ്റെ എസിൻ്റെ ഡയറക്റ്റ് എക്സ്പോസർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് കാറ്റും കാര്യങ്ങളും അവിടെ വരുമ്പോൾ അവിടെ ചെറിയൊരു ഇൻഫ്ലമേഷനും അതൊരു കഫായിട്ട് മാറുകയും ചെയ്യും. പിന്നീട് തുടർച്ചയായിട്ടുണ്ടാവുന്ന ചില പേഷ്യൻസ് പറയും എണ്ണ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ രൂപത്തിൽ അത് നീർക്കെട്ടായിട്ട് മാറും. പിന്നീട് ഈ പറയുന്ന സ്ഥിരമായിട്ടുള്ള ഫുഡ്, ചില ആൾക്കാർ തണുത്ത ഫുഡുകൾ മാത്രം കഴിക്കും. തണുത്ത ഫുഡ് കഴിക്കുക അതെന്നാ പറയുന്നത്. ചില പേഷ്യൻസ് പറയും ഡോക്ടറെ ഇപ്പം കുട്ടിക്ക് കഴിക്കാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അവരോട് പറയും ധൈര്യമായിട്ട് കൊടുത്തോളൂ, കുട്ടിക്ക് ഐസ്ക്രീം കൊടുക്കണം, പ്രശ്നമല്ല. പക്ഷേ അത്രയും കാലം എന്ത് ചെയ്യും, അത് കൺട്രോൾ ചെയ്ത് വെക്കും. കാരണം അത് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് ഹൈ ആണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവരോട് പറയും നിങ്ങൾ ധൈര്യമായിട്ട് തണുത്ത കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ തണുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ചൂടുവെള്ളം കൊണ്ട് കവിൾക്കൊള്ളണം. അപ്പോൾ പിന്നീട് ആ റിക്കറൻ്റ് ആയിട്ടുള്ളത് മാറി കിട്ടുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതിൻ്റെ കോസായി, അതിൻ്റെ കാരണങ്ങളായി, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേജസും പറഞ്ഞു. ഇനി അടുത്തതാണ് ഇതിൻ്റെ പ്രതിവിധി എന്തൊക്കെയാണെന്നൊക്കെയാണ്. നേരത്തെ പറഞ്ഞാൽ ഒന്നാമതാണ് കുളിക്കുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തുകൊണ്ടാണ് എനിക്ക് അലർജി വരുന്നത് എന്നുള്ളൊരു പേഴ്സൺ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ എണ്ണയുടെ പ്രശ്നമായിരിക്കും, ചില ആൾക്കാർക്ക് കുളിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും, ചില ആൾക്കാർക്ക് കിടത്തത്തിൻ്റെ പ്രശ്നമായിരിക്കും. വളരെ റെയറായിട്ട് ചില ആൾക്കാർക്ക് കണ്ടുവരാറുണ്ട് വയറിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. ചില കേസിൽ ചില പേഷ്യൻ്റ് ഡോക്ടർ എനിക്ക് അബ്ഡമിനൽ ഡിസ്കംഫർട്ട്, അതായത് വയറിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ദഹനം വീക്കായിരുന്നു, അതിനുശേഷമാണ് എനിക്ക് അലർജിയുടെ ബുദ്ധിമുട്ട് കണ്ടതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇപ്പം അടുത്തായിട്ട് കുറച്ച് പേഷ്യൻസ് നന്നായിട്ട് കണ്ടിരുന്നു. കാരണം അത് കോമൺലി നമ്മളത് പറയാറില്ലെങ്കിലും ചില കേസുകളിൽ വയറിൻ്റെ ബുദ്ധിമുട്ടും കഫത്തിൻ്റെ പ്രയാസം ഉണ്ടാക്കാറുണ്ട്. ആ രൂപത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഇൻഡൈജഷൻ വരും, പിന്നീട് അവർക്ക് അസോസിയേറ്റഡ് സിംറ്റംസ് വരും, അപ്പം പുളിച്ചീറ്റൽ വരും, പ്രയാസങ്ങൾ വരും. ഇവർക്കും അലർജിയുടെ പ്രയാസം. ചില പേഷ്യൻസ് നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗോതമ്പ് പ്രശ്നമായിരിക്കും, ഒരുപാട് ഫുഡ് ഐറ്റംസ് പ്രശ്നമായിരിക്കും. പക്ഷെ ട്രീറ്റ് ചെയ്തതിന് ശേഷം അത് ഇപ്പോഴും കഴിക്കുന്ന ആൾക്കാരാണ്. അന്നൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പേഷ്യൻസ് വരിക, ഡോക്ടർ ഇന്ന ടെസ്റ്റുകൾ ചെയ്തിരുന്നു, ഇപ്പം ഇന്ന ഫുഡ് ഐറ്റംസ് എനിക്ക് അലർജിയാണ്. ഞാൻ പറയും ഇപ്പോൾ ഒന്നും നോക്കണ്ടില്ല, നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഒരു 2-3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തന്നെ പുള്ളിയുടെ അലർജി പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഞാൻ പറയും ഇപ്പോൾ 2 മാസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കഴിക്കാം, ഫുള്ളി ഹാപ്പി ആയിട്ടുള്ള ഡോക്ടർ ഇപ്പോൾ ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്, ഗോതമ്പ് കഴിക്കുന്നുണ്ട്, പണ്ട് അലർജി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും എനിക്കിപ്പോൾ കഴിക്കാൻ. ആ ഒരു ലിമിറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. കാരണം അലർജിയെ നമ്മൾ പണ്ടേ പറയാറുണ്ട്. അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫത്തിൻ്റെ, നമ്മളിപ്പം സാധാരണഗതിയിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാരൻറ്റ് എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാരൻസ് വീട്ടിൽ ചെറിയ രൂപത്തിൽ ഇവർ 3, 4, 5 വയസ്സ് വരെ അവർക്ക് വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. പാരൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയമാണ് പുറത്തയക്കാതിരിക്കാനുള്ള. പക്ഷേ കുട്ടി 5 വയസ്സ് വരെ കുഴപ്പമില്ല. പിന്നീട് അങ്ങോട്ട് വളർന്നൊരു 10 വയസ്സും 12 വയസ്സായി കഴിഞ്ഞിട്ട് പാരൻസ് വീട്ടിൽ തന്നെ കുട്ടിക്ക് അപകടം പറ്റുന്നുണ്ട് മാറ്റി നിർത്തി എന്തായിരിക്കും അവസ്ഥ, കുട്ടി വയലൻ്റ് ആവും, കുട്ടിക്കത് ബുദ്ധിമുട്ടാവും. പാരൻസിന് പക്ഷേ എന്താണ്, ഹാപ്പിയാണ്. കാരണം എന്താ, എൻ്റെ മോന് ഒരു ബുദ്ധിമുട്ടും വരില്ല, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവില്ല, ആരും തട്ടിക്കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ കളിച്ച അപകടങ്ങൾ പറ്റൂല, ഇഞ്ചുറീസ് ഉണ്ടാവില്ല എന്നുള്ള ഭയം കൊണ്ട് പാരൻസ് അയക്കാത്തത്. പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒന്നുമില്ലാതെ ജയിലിൽ അടച്ച പോലെ ഉണ്ടാവും. അത് കുട്ടിക്ക് ഭയങ്കര എളുപ്പമാണ്. ഇതേ അവസ്ഥയാണ് അലർജിയുടെ അവസ്ഥ. കാരണം നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാണ്. എന്തെങ്കിലും ഒരു ഡസ്റ്റോ പാർട്ടിക്കിൾ വരുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ തുമ്മൽ സ്റ്റാർട്ട് ചെയ്യുക, കാരണം അതിനെ പുറത്തള്ളണം. പക്ഷെ അത് സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനും ബാധിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതേ അവസ്ഥയാണ് അലർജി എന്ന കാര്യം ബോഡി ചെയ്യുന്നത്. ഇനി അലർജിക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. ഈ അലർജിക്കെതിരെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാനീയമുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ഇഞ്ചി നീരാണ്. 1 ടീസ്പൂൺ ഇഞ്ചി നീരും 1 ടീസ്പൂൺ തേനും, അതോടൊപ്പം തന്നെ 1 നുള്ളു കുരുമുളകും, 1 നുള്ളു ഇരട്ടി മധുരവും, 1 നുള്ളു കറുകപ്പട്ടയാണ്. ഇത് 3ഉം ചേർത്തുകൊണ്ട് ഡെയിലി 1/2 ടീസ്പൂൺ രാവിലെയും വൈകിട്ടും കഴിക്കുകയാണെങ്കിൽ അലർജിക്ക് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട്. നമുക്ക് ചില മെഡിസിൻസ് കഴിക്കാൻ, ഇൻറ്റേർണൽ മെഡിസിൻസ് കഴിക്കാതെ തന്നെ ചില പേഷ്യൻസിന് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ചൂട് കൂടിയിട്ടുള്ള ഓയിലുകൾ കൊടുക്കുമ്പോൾ തന്നെ വളരെ എഫക്റ്റീവായിട്ട് ഈ പറഞ്ഞ കഫിൻ്റെതും നീർക്കെട്ടിനും ഡോക്ടർ തൊണ്ടയ്ക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല റിലീഫ് ഉണ്ടെന്ന് പറയാറുണ്ട്. അത് റണ്ണിങ് നോസ് ഉണ്ടായിട്ട് മൂക്കൊലിപ്പ്, ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഡോക്ടർ മറ്റുള്ള കുട്ടികൾ പറയുന്നുണ്ട് മോന് സ്കൂളിൽ പോകാൻ മടിയാണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് പറയാം 2-3 മാസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ എത്തുന്ന രൂപത്തിൽ ഉണ്ടാവാറുണ്ട്. ഈ മേൽപ്പറഞ്ഞ ഹോം റെമഡി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വിത്തിൻ 1 മന്ത് കൊണ്ട് തന്നെ നമ്മളിത് കൺട്രോളായിട്ട് വരും. എന്നിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് വരുന്നത് അലർജിക് ആസ്തമയാണ്. അത് ഒരുപാട് പേഷ്യൻസ് പണ്ടൊക്കെ പ്രായ ആൾക്കാരിലായിരുന്നു കാണുന്നത്, ഇപ്പം അത് കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. കാരണം ചെറുതായിട്ട് ശ്വാസം മുട്ടലായിട്ട് മാറുകയാണത്.
വളരെ ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ബുദ്ധിമുട്ടാണ് വരികയാണ്. അത് പൂർണ്ണമായിട്ടും നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ട്രീറ്റ് ചെയ്യാൻ മാറ്റിയെടുക്കാൻ പറ്റും. അലർജിക്ക് ആസ്മയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ മുൻസിൽ ചെയ്യുന്നതോടുകൂടി തന്നെ നല്ല എഫക്റ്റീവായിട്ട് കഫത്തിൻ്റെ കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ നടക്കാറുണ്ട്, പൂർണ്ണമായിട്ടും മാറ്റം കണ്ടുവരാറുണ്ട്. നേരത്തെ ഹെൽത്തി ആയിട്ട് അതിൽ നല്ല സന്തോഷത്തോടുള്ള ജീവിതം നമുക്ക് അലർജി മാറ്റുന്നതോടെ സഹിക്കും. നിങ്ങൾക്കത് പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അത് അനുഭവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ കാര്യങ്ങളും ലക്ഷണങ്ങളും ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങളോട് വളരെ സത്യസന്ധമായിട്ട് പറയും ഡോക്ടർ പറഞ്ഞത് 100% കറക്റ്റാണ്, കാരണം ഒരു സന്തോഷമുള്ള ജീവിതം ആയിരുന്നില്ല, ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയെന്ന് പറയും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.